നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം ഇന്നത്തെ. ഇന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഹിഡൻ ഫീലിങ്സ്, അതായത് അവരുടെ മനസ്സിൽ ട്രൂ ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയാം. ശരിക്കും ആത്മാർത്ഥമായിട്ട് അവർക്ക് നിങ്ങളോട് ഉള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവർ ചിലപ്പോൾ പുറമേ കാണിക്കുന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും, ബട്ട് അവരുടെ മനസ്സിൽ ഡീപ്പായിട്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സ്. 5 of swords, 10 of pentacles, 7 of swords. ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ നിങ്ങൾ തമ്മിൽ വന്ന് കാണാം. ഓക്കെ, ഇവിടെ ഒരു അവോയ്ഡിങ് എനർജി ലേശം എനിക്ക് കാണുന്നുണ്ട്. ഒരു 8 of cups ഉണ്ട്. സോ മേ ബി വാക്ക് അവേ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്ന് പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവാം, നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരായിരിക്കാം. മോസ്റ്റ്ലി അവരുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഇവിടെ ഉണ്ടായതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് പേഴ്സൺ വാക്ക് അവേ ചെയ്തതായിട്ട് ഒരാൾ മേ ബി ആർഗ്യുമെൻറ്റിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന രീതിക്ക്, അതായത് നിങ്ങൾ തമ്മിലൊരു തർക്കം തുടങ്ങി. ഓക്കെ, അതായത് നമ്മൾ ആർഗ്യുമെൻറ്റ് തുടങ്ങി എന്ന് പറയില്ലേ, എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചു, അവരെന്തെങ്കിലും പറഞ്ഞു, അവസാനം അതൊരു വഴക്കിൻ്റെ അവിടേക്ക് എത്തി. പക്ഷേ അതിന് ശേഷം ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ടോട്ടലി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു തരത്തിൽ എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മാറി നിൽക്കുന്നതായിരിക്കാം. നിങ്ങളോട് ആർഗ്യൂ ചെയ്യാൻ നിൽക്കുന്നുമില്ല, ഒന്നും തർക്കിക്കാനും വരുന്നില്ല, ബട്ട് നിങ്ങളോടൊന്നും പറയുന്നുമില്ല, ക്ലാരിറ്റിയും തരുന്നില്ല. ഓക്കെ, ബട്ട് ഇവിടെ നമുക്ക് 10 of Pentacles ഇവിടെ കാണിക്കുന്നത് ഒരു ശരിക്കും സ്ട്രോങ് കണക്ഷൻ വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ്. ഒരു ഫാമിലി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നമ്മൾ പറയില്ലേ കുറേ കാലമായിട്ടുള്ളൊരു ബന്ധം എന്നുള്ള ആ ഒരു എനർജി ഇവിടെ നടുവിലുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ അങ്ങനെ മീൻസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായില്ലെങ്കിൽ കൂടെ എവിടെയോ അവർക്ക് ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങളോടുള്ളത്. ഓക്കെ, ബട്ട് ഇപ്പോൾ മാറി നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു തർക്കങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. ലെറ്റ്സ് സീ വേറെ അവരുടെ ഡീപ്പ് ഫീലിങ്സ് ക്വസ്റ്റൻ എന്താണ് ഇതിൻ്റെ ഇടയിൽ. ഇപ്പോഴത്തെ തർക്കമോ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ബട്ട് നിങ്ങളോടുള്ള ഡീപ്പ് ഫീലിങ്സ് എന്താണ്? Knight of Pentacles, 10 of Cups, again 10 വന്നിട്ടുണ്ട്. ഫാമിലി കാർഡ്. ഓക്കെ, എംപ്രസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളെ കാണുന്നത് അഗെയിൻ ഫാമിലി പോലെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു വളരെ ലൈക്ക് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്. റെസ്പെക്റ്റ് മാത്രമല്ല, ഒരു കെയർ എന്ന നിങ്ങൾ അവരെ അങ്ങോട്ട് ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ അവരെ കാര്യങ്ങൾക്കൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ നല്ല ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾ ശരിക്കും അവരെ കൂടെ ഉള്ളത് തന്നെ അവർക്കൊരു ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. അവരുടെ ലൈഫിനെ എവിടെയോ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു എനർജി തീർച്ചയായിട്ടും ഉണ്ട് അവരെ ചുറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ അതവർക്ക് അറിയാം. ആൻഡ് നിങ്ങളെ ഫാമിലി പോലെ തന്നെയാണ് അവർ കാണുന്നതും. അഗെയിൻ 10 of Pentacles ആൻഡ് 10 of Cups ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് നിങ്ങളെ ഫാമിലി പോലെയാണ് കാണുന്നത്. ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ആൻഡ് ഇവിടെ 10 of Cupsഉം പറയുന്നത് നമ്മളൊരു ഫാമിലി പോലെ വേണം, ഒന്നിച്ച് വേണം, അല്ലെങ്കിൽ ശരിക്കും നമ്മളൊരു കുട്ടികൾ ഫാമിലി. സോ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫ് നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ ഡീപ്പായിട്ട് ആക്ച്വലി ഫീലിങ്സ് ഉണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. പക്ഷേ തർക്കിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനോ അവർ നിൽക്കുന്നില്ല. ഓക്കെ, അവർ മാറി നിൽക്കുന്നുണ്ട് എനർജിയാണ്. പക്ഷെ ആ ഫാമിലി എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ സ്ട്രെങ്ത് തീർച്ചയായിട്ടും അവിടെ തന്നെയുണ്ട്. അതിനൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് നിങ്ങളെ കാണുന്നത് ഒരു അഗെയിൻ മാരീഡ് ആണെങ്കിൽ, പ്രത്യേകിച്ചും നിങ്ങൾ കാണുന്ന മാരേജ് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ സാഹചര്യം കൊണ്ട് ഓക്കെ ചില തർക്കങ്ങൾ വന്നതുകൊണ്ട് മാത്രമുള്ള ഒരകൽച്ചയാണ്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെനിക്കൽസ് ഉണ്ട്. സോ ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്ന രീതിക്ക് അവർക്ക് ചിന്തയുണ്ട്. ആൻഡ് ഇവിടെ ഡെത്ത് കാർഡ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു എൻഡിങ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതെവിടെയോ നമ്മൾ പറയില്ലേ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിലെ ഒരു മാറ്റം, സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരാനുണ്ട്. അതിനു വേണ്ടി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. സോ ഒരു എൻഡിങ് എന്ന രീതിക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ആവാനുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ ചിന്താഗതികൾ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ചില ഒന്നുകൂടി നമ്മൾ പറയില്ല ചിലപ്പോൾ കുറച്ച് കാലമാകുമ്പോൾ, അല്ലെങ്കിൽ അധിക കാലം ആയിട്ടില്ലെങ്കിലും ചിലപ്പോൾ മേ ബി കുറച്ചുകൂടി നിങ്ങൾ ക്ലോസ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ രണ്ടുപേരുടെയും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ചില എൻഡിങ്സ് വരുന്നത്. ഓക്കെ, ഡീപ്പ് ഫീലിങ്ങിൽ എനിക്ക് മെയിൻലി വന്നത് ഫാമിലി എന്നൊരു എനർജിയാണ്. നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ പോലും ഓക്കെ നിങ്ങളെ കാണുന്നത് അവരങ്ങനെയാണ്. എൻ്റെ സ്വന്തം എന്നാ പറയില്ലേ, ഒറ്റ വാക്ക് അതേ പറയാനുള്ളൂ, എൻ്റെ സ്വന്തം എന്ന രീതിക്കാണ് കാണുന്നത്. ആക്ച്വലി സ്വന്തം എന്ന് കരുതുന്നവരോട് നമ്മൾ കൂടുതൽ വഴക്കിടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ഓക്കെ, അവിടെ ഡീപ്പ് ഫീലിങ്സിൽ 9 of Pentacles ഉണ്ട്, 8 of Pentacles ഉണ്ട്, ആൻഡ്
ചാരിറ്റ് കാർഡും ഉണ്ട്. വെരി നൈസ്. പേജ് ഓഫ് വൺസ്. ശരിക്കും നിങ്ങളോടുള്ള അഗെയിൻ ഇവിടെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് എനർജിയാണെന്ന് എനിക്ക് വരുന്നത്. ഓക്കെ, ശരിക്കും നിങ്ങളുമായിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്യണം എന്ന രീതിക്കാണ്, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിയിലാണ് ആക്ച്വലി ഒരു തീരുമാനം അവരെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ലൈഫിൽ നിങ്ങളെ എങ്ങനെ ചൂസ് ചെയ്യാം, എങ്ങനെ വേണം, ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങളെ കാണാൻ വരുന്ന ഒരു എനർജിയാണ്, മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ്. സോ സ്ട്രോങ് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിനെ അവർ മുന്നോട്ട് ഒരു ഫോക്കസ് വെച്ച് കൊണ്ടുപോകണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അറിയാം ഈ ബന്ധത്തിൻ്റെ ഒരു വാല്യൂ, അവരറിയുന്നുണ്ട്. ആൻഡ് അതിനെ ശരിക്കും അവരുടെ ലൈഫിൽ നമ്മൾ പറയില്ല ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന രീതിക്കാണ് അവർ കാണുന്നത്. ഒരു ആഗ്രഹം എന്ന രീതിക്ക് നമ്മൾ ഒന്നിച്ച് വേണം, അല്ലെങ്കിൽ ഒന്നിച്ചൊരു ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, ഇത് 9 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ മാരേജ് കാർഡായിട്ട് എടുക്കും. ഞാനത് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും. പക്ഷെ ഒരു മാരേജ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അല്ലാത്തവർക്ക് ഈവൻ ഏസ് ഓഫ് പെന്റിക്കിൾസ് നമ്മളൊരു ഓഫർ ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ് പറയാം. സോ നിങ്ങൾ തമ്മിൽ ഓക്കെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രയും ഡീപ്പ് കണക്ഷൻ ഉണ്ട്. ഇവരുടെ ഇമോഷൻസ് ഒന്ന് എനിക്ക് ഇമോഷണൽ കണക്ട് എന്താണ് നിങ്ങളോട്, സോറി ഇമോഷണലി അവരെങ്ങനെയാണ് നിങ്ങളോട് കണക്ട് ചെയ്യുന്നത് നോക്കട്ടെ. ഇമോഷണൽ കണക്ഷൻ എന്താണ്? 5 of Cups, okay. King of Swords and 3 of Cups. Okay, see നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവർ മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട്. പക്ഷേ അവർ ലോജിക്കലി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ പറയില്ലേ ഫീലിങ്സ് ഉണ്ടെങ്കിലും ഉള്ളിൽ വെച്ചിട്ട് പുറമെ ഒരു വളരെ ഹാർഡായിട്ട് സ്ട്രോങ് ആയിട്ടൊക്കെ കാണിക്കാൻ ശ്രമിക്കുകയാണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സിറ്റുവേഷനെ അവർ ഇമോഷണൽ അവർ കാണിക്കാതെ പുറമെ കുറച്ച് ഹാർഷായിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മിസ്സിങ് എനർജി ഉണ്ട്. മിസ്സിങ് എനർജി എപ്പോഴാണ് വരിക? നമുക്ക് ഒരാളോടുള്ള സ്നേഹം തോന്നുമ്പോൾ, ഫീലിങ്സ് തോന്നുമ്പോഴാണ് നമുക്ക് മിസ്സിങ് എനർജി. ഇല്ലാത്തവരെ നമ്മൾ മിസ് ചെയ്യൊന്നുമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പക്ഷെ പുറമേ കാണിക്കുന്നത് അവർ വളരെ പ്രാക്ടിക്കലായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കൊന്നും ബാധിക്കുന്നില്ല എന്ന തരത്തിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഇവിടെ 3 of Cups എനർജി ഉണ്ട്. സോ യെസ്, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. മിസ്സിങ് എനർജി ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്, നഷ്ടബോധമുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ 5 wands, ജസ്റ്റിസ് ആൻഡ് 2 of Pentacles അഗൈൻ. സി നിങ്ങൾ തമ്മിൽ എൻഡിങ് വന്ന പോലെ കാണുന്നുണ്ട്. പേഴ്സൺ മാറി നിൽക്കുന്നതായിട്ട് എനിക്ക് എനർജി വീണ്ടും വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കാം, മാറി നിൽക്കുന്നതായിരിക്കാം, അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ബ്ലോക്ക് ചെയ്ത് പോകുന്ന എന്തെങ്കിലും നോ കോൺടാക്റ്റ് ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഓക്കെ, ഇവിടെ നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന രീതിക്ക് കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജി വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയാം. ബട്ട് ഓവറോൾ അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെയാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോടുള്ള ഒരു സ്നേഹം കെയർ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മേ ബി ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാം കുറച്ച് മനസ്സിൽ. ഓക്കെ, ഡീപ്പ് ഫീലിങ്സ് പക്ഷെ എന്തായാലും ആ ഒരു മിസ്സിങ് എനർജിയാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വരുന്നത്. എൻ്റെ ഒരു ഫാമിലി പോലെ എന്ന രീതിയിലാണ് കാണുന്നത്. നമുക്ക് ഈ ഡെക്കിൽ നിന്ന് കുറച്ച് മെസ്സേജ് എടുക്കാം. ഐ ഫീൽ അലോൺ ഈവൻ വെൻ വി ആർ ടുഗെദർ. നിങ്ങളുടെ പേഴ്സണിന് പേഴ്സണല്ല ഇത് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയില്ലേ ഒരു ബന്ധത്തിലുണ്ടെങ്കിലും ഒന്നിച്ചാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യാന്ന് പറയും. സോ ഇത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ദറ്റ് പേഴ്സൺ കൂടെ ഉണ്ടായിട്ടും കൂടെ ഇല്ല, അവർ മനസ്സെവിടെ അല്ല, അല്ലെങ്കിൽ അവർ അറ്റൻഷനിൽ നിങ്ങളല്ല എന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ തോന്നുന്നുണ്ട്. യുവർ സോൾ ഷൈൻസ് ബ്രൈറ്റർ ദാൻ ദ സ്റ്റാർസ്. യെസ്, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ സോൾ ഒരു ഷൈൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോൾ അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു പ്യൂരിറ്റി, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു പ്യൂരിറ്റി അവർ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്റ്റാർ പോലെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, ഐ മിസ് ഹൂ വി യൂസ് ടു ബി. യെസ്, ഒരു മിസ്സിങ് എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയില്ലേ പാസ്റ്റിൽ നമ്മൾ എന്തായിരുന്നു എന്ന രീതിയിൽ ഒരു മിസ്സിങ് അവർക്കുണ്ട്. ഓക്കെ, നമ്മൾ എന്തായിരുന്നു, നമ്മൾ തമ്മിൽ എത്രത്തോളം സ്നേഹമായിരുന്നു, എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അതൊക്കെ മാറിപ്പോയല്ലോ എന്ന രീതിക്ക് അവർക്ക് ഒരു എനർജി അങ്ങനെ വരുന്ന. നേരത്തെ പറഞ്ഞ 5 of Cups എനർജി ഒരു മിസ്സിങ് എനർജി തീർച്ചയായിട്ടും ഉണ്ട്. ഐ എം ചൂസിങ് ഹീലിംഗ് ഓവർ ഹേർട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ഒന്ന് ഹീലാവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, വീണ്ടും വഴക്കായോ പ്രശ്നങ്ങളാവുന്നതിന് പകരം അവർ ഒന്ന് മാറി നിന്ന് അവനവനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, സമാധാനമാവാൻ ശ്രമിക്കുന്നുണ്ട്. ടൈം ടേൺസ് ഹേർട്ട് ഇൻ ടു ഗ്രേസ്. യെസ്, അഗെയിൻ നിങ്ങളുടെ ഇടയിൽ വല്ലാത്ത ഒരു വേദന വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പരസ്പരം നിങ്ങൾ സംസാരിച്ചായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ഇടയിൽ വന്നിട്ടായിരിക്കാം, തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം. ഇവിടെ പക്ഷേ
ടൈം എല്ലാം ശരിയാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറിയിട്ട് അവിടെ ഒരു ഗ്രോത്ത് വരും എന്ന രീതിക്കാണ് കാണുന്നത്. സോ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ സെപ്പറേഷൻ ഐ തിങ്ക് നിങ്ങളെ രണ്ടുപേരും ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. ഓക്കെ, കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്യൂസ് വരും. അപ്പോൾ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ഒന്ന് എല്ലാവരും മാറ്റി നിർത്തും. ബിക്കോസ് രണ്ടുപേരും ഒന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടുപേരും വീണ്ടും ഒന്ന് സമാധാനപ്പെട്ട് പിന്നെ സംസാരിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഐ എം ഹീലിംഗ് ടു ലവ് മൈസെൽഫ് അഗൈൻ. ഹീലിങ്ങിൻ്റെ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ, ഹേർട്ടിൻ്റെ ഒരുപാട് വരുന്നുണ്ട്. ഐ തിങ്ക് രണ്ടുപേരും നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നം ഉണ്ടായത് നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇമോഷണൽ കണക്ഷനിൽ പോലും എനിക്ക് നിങ്ങളെ കാണുന്നത് അവർ ഫാമിലി പോലെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ നമ്മൾ സ്വന്തമായിട്ടുള്ള വ്യക്തികൾ എന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് പക്ഷെ അതിൻ്റെ ഒപ്പം ഈ ഒരു വഴക്കോ പ്രശ്നമോ വരുമ്പോൾ അവരും ഹേർട്ടായിട്ടുണ്ട്, നിങ്ങളും ഹേർട്ടായിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ രണ്ടുപേരും നിങ്ങളുടെ ഹീലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെയും ഐ ആം ചൂസിങ് ഹീലിംഗ് ഓവർ ഹേർട്ട്, ഐ എം ഹീലിംഗ് ടു ലവ് മൈസെൽഫ് അഗൈൻ. രണ്ടുപേരും നിങ്ങൾ ഐ തിങ്ക് സെൽഫ് ലവിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരും എന്തൊക്കെയോ അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. നല്ലതാണ് ആക്ച്വലി. ഈ ഒരു സിറ്റുവേഷൻ വളരെ നല്ലതാണ്. ബിക്കോസ് വഴക്കോ പ്രശ്നങ്ങളോ വന്നതൊക്കെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ബട്ട് എവിടെയോ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഒന്ന് പറഞ്ഞ ശേഷം അത് ഹീലിംഗ് വരുമ്പോൾ കുറെ കൂടി സിറ്റുവേഷൻസ് നല്ലതാവും. മൈ നീഡ്സ് ആൻഡ് ഫീലിങ്സ് ഡിസേർവ് ടു ബി ഹേർഡ്. നിങ്ങൾ പറയുന്നത് എൻ്റെ ഫീലിങ്സും മാറ്ററാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. എൻ്റെ ഫീലിങ്സ് കൂടി കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സും കേൾക്കാൻ അർഹതയുണ്ട് എന്ന രീതിക്കാണ് നിങ്ങൾ പറയുന്നത്. ലെറ്റ് ലൈറ്റ് ഫിൽ സ്പേസസ് ഓക്യുപ്പൈഡ് ബൈ സോറോസ്. ഈ ഒരു ഇത് നോക്കൂ, ചട്ടി പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, ഇതിൽ പൊട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ക്രാക്കിൽ. പക്ഷെ അതിലും പൂവാണ് വരുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ ചെടി വളരുന്നുണ്ട്. സോ ഇവിടെ അഗൈൻ ഇവിടെയും പറയുന്നത് നമ്മൾ പറയില്ല, പൊട്ടിയ സ്പേസിൽ കൂടിയിട്ട് വെളിച്ചം കടന്നു വരുന്നു പറയും. സോ അതുപോലെയാണ് ഇവിടെയും കാണിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ സ്പേസിൽ കൂടെ ഹീലിംഗ് വരും, ലൈറ്റ് വരും എന്നാണ് പറയുന്നത്. ഐ ലോങ് ടു ഫീൽ ട്രൂലി നോട്ടീസ് ബൈ യു. യെസ്, ഐ തിങ്ക് ഇവിടെ ഒരുപാട് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്, കുറച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട്. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തും ഐ തിങ്ക് ഒരു ഹേർട്ട് ഫീലിംഗ് ഉണ്ട്. മേ ബി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളും പറയുന്നുണ്ട് എൻ്റെ അവർ കേൾക്കുന്നില്ല എന്ന്. സോ യുവർ ലവ് ഇസ് മൈ സേഫ് പ്ലേസ്. ബട്ട് ഓവറോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, ഒരു ഫാമിലി പോലെയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ പറയില്ലേ പരസ്പരം ഞാൻ നിൻ്റെയാണ് നീ എൻ്റെയാണ് എന്ന് പറഞ്ഞൊരു ആ ഫീലിംഗ് ആണ്, സേഫ് സ്പേസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ പക്ഷേ ഇപ്പോൾ പരസ്പരം നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പരസ്പരം ഇപ്പോൾ അത് അങ്ങനെ ചില സമയത്ത് അങ്ങനെ വരും. ഓക്കെ, ആൻഡ് അഗെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിലതൊക്കെ തുറന്നു പറയാൻ, ചില കാര്യങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. സോ ഇപ്പോൾ തൽക്കാലം ഐ തിങ്ക് രണ്ടുപേരും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, നിങ്ങളും അവർക്ക് സ്പേസ് കൊടുക്കുക, നിങ്ങളും സ്പേസ് എടുക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെ തന്നെ. ഓക്കെ, അത് നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു സമയമാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, ബി ഹാപ്പി. നിങ്ങൾ സ്വന്തമായിട്ട് ലൈക്ക് അവനവൻ്റെ കാര്യം നോക്കി കുറച്ചിരിക്കുക. ഓക്കെ, പേഴ്സണും ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. സോ ടേക്ക് ദ എന്താ പറയുക ടൈം അവരും എടുക്കട്ടെ, നിങ്ങളും ടൈം എടുക്കും. ഓക്കെ, സോ ഇപ്പോൾ ഐ തിങ്ക് ഒരു അകൽച്ചയുടെ ടൈമാണ്. സോ ഐ നോ വിഷമമാണ് എന്നുള്ളത്, ബട്ട് ഇറ്റ്സ് ഫോർ ദ ബെറ്റർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.